ഹായ് കൂട്ടുകാരെ, കായൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെണ്ടയ്ക്കയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. വെണ്ടയ്ക്ക എടുക്കാൻ പോയപ്പോൾ തന്നെ ആ വഴി കിട്ടിയതാണിത്. നമ്മുടെ എന്താ പറയുന്നത്, ചെറുത്തക്കാളി അല്ലെ മണിത്തക്കാളി എന്നൊക്കെ പറയുന്നത്. ഇത്രേ വലിപ്പമുള്ളൂ ഇതിന്. വേണ്ട, ഇത് കുറച്ച് പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. അതെടുത്തതിന് ശേഷമാണ് നമ്മൾ വെണ്ടയ്ക്ക എടുക്കാനായിട്ട് പോയത്. അപ്പം ഒരു വലിയ തക്കാളി ഇതുകൊണ്ട് വേണേൽ നമുക്ക് കറി സാമ്പാറിനകത്തൊക്കെ ഇടുവോ, അല്ലെങ്കിൽ തക്കാളി കറി വയ്ക്കാൻ ഒരു വലിയ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കറി വയ്ക്കാനുണ്ടല്ലോ, ചുമ്മാ പറക്കി തിന്നാൻ നല്ലതാണ്. നല്ല എന്താ പറയുക, നല്ല ഒരു ടേസ്റ്റാണ്. നന്നായിട്ട് പുളിയുണ്ട്. നല്ല തക്കാളിയാണ്. ഇഷ്ടം പോലെ ഇങ്ങനെ കൊലകൊലയായിട്ടുണ്ടാകും. വലിപ്പമില്ലെന്നേ ഉള്ളൂ. നല്ല ഈൽഡ് കിട്ടുന്ന ഒരു ഇനമാണ് ഈ തക്കാളി. പിന്നെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക എടുക്കാനുണ്ട്. അതുകൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്നിച്ച് കാണിക്കാമേ. നമുക്ക് വെണ്ടയ്ക്ക എടുക്കാനുണ്ട്. സൂക്ഷിച്ച് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ വെണ്ടയുടെ തലയും കൂടെ പോകും. വെണ്ട ഉണ്ടായി ഒരു 4 ദിവസം വെണ്ടയ്ക്ക ഉണ്ടായി. 4-ാം പക്കം വിളവെടുത്തില്ലെങ്കിൽ വെണ്ടയ്ക്ക 5-ാം ദിവസം ആകുമ്പോഴത്തേക്കും വെണ്ടയ്ക്ക മൂത്ത് പോകും. അപ്പം നമ്മൾ ഈ കായ ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ നോക്കിയിരിക്കണം. വേഗം തന്നെ ഇത് വിളവെടുക്കാറാകും. ഇത്ര വെണ്ടയ്ക്ക നമുക്ക് ഈ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടി. ഇനിയുണ്ട്. അപ്പം ഇന്നത്തെ വെണ്ടയുടെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ മുകളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോവയ്ക്കയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീര വിളവെടുക്കാനുണ്ട്. അതിന് ആവശ്യക്കാരുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് ഒരുപാട് വേണ്ടല്ലോ. അപ്പം കുറച്ച് കഴിഞ്ഞ് ചീര കൂടെ എടുത്ത് ഓർഡറുണ്ട്, അത് കൊടുക്കണം.